ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ സ്റ്റുഡൻസിന് ഇപ്പോൾ ഇവിടെ വന്ന് പഠിച്ചാൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സുകളെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒത്തിരി കോഴ്സുകളും ഇപ്പോൾ ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജോലി കിട്ടുന്നതല്ല. തൽക്കാലം ഈ സ്റ്റുഡൻറ്റ് വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമേ ഏജൻസികളൊക്കെ നമുക്ക് ഓരോ കോഴ്സ് കണ്ടുപിടിച്ച് തരും, നമ്മളതെടുത്ത് പഠിക്കും. അപ്പോൾ അങ്ങനെയല്ലാതെ തന്നെ ഇപ്പം നല്ല ക്വാളിഫൈഡ് ആയിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശത്തിനോട് വേണ്ടി മാത്രം വരുന്നവർക്കുള്ളതാണ് ഒരു കോഴ്സാണ് ടീച്ചിങ്ങിന് നല്ല ചാൻസാണ്. ഇവിടെ ടീച്ചേഴ്സിന് ഭയങ്കര ഷോർട്ടേജാണ് ഇപ്പം. അതായത് കൂടുതലും മാത്സ്, ഫിസിക്സ്, സയൻസ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്കായി ഇവിടെ ഷോർട്ടേജ് ഉള്ളത്. അപ്പോൾ അവർ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പം നമുക്ക് ഇവിടെ ടീച്ചിങ് പഠിക്കാൻ വരികയാണെങ്കിൽ അത് മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, അതായത് MEd ഇവിടെ പഠിക്കാൻ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ചാൻസ് ഉണ്ട്. ഇവിടെ അത് പഠിച്ചു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അത് കഴിഞ്ഞ് നമുക്ക് മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു ക്വാളിഫിക്കേഷൻ നമുക്ക് QTS ചെയ്യാം. QTS എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ടീച്ചർ സ്റ്റാറ്റസ്. ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടീച്ചേഴ്സായിട്ട് കിട്ടും എന്നുള്ള ഉറപ്പുണ്ട്. ഇപ്പോൾ QTS ഇല്ലാതെ തന്നെ ടീച്ചിങ് ജോബിൽ കയറുന്നവർ പോലും ഉണ്ട്. അതുപോലെ ഷോർട്ടേജ് ഇവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ഇപ്പം ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്. ഈ BEd ഒക്കെ പാസ്സായി നിൽക്കുന്നവരാണ്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് MEdന് വരുവാണെങ്കിൽ ഇവിടെ ടീച്ചേഴ്സായിട്ട് കയറാൻ അവരുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു ഇത് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെയുള്ള ഒരു ബ്ലാക്ക്ബെറിയുടെ ഒരു വീഡിയോ കാണിച്ചു തരാവേ. ബ്ലാക്ക്ബെറി ഉണ്ടായി നിൽക്കുന്നത് കാണിച്ചു തരാം. ഇതുണ്ട്, ഇതാണ് ബ്ലാക്ക്ബെറി. അതിങ്ങനെ ഭയങ്കര കാട് പോലെ വളർന്നു വരും. അതായത് കണ്ടോ, ഇത് ആദ്യം ഉണ്ടായി വരുമ്പം ചുവപ്പാണ്, പക്ഷേ അത് മൂത്ത് വരുമ്പോഴത്തേനും നല്ല ബ്ലാക്കായിട്ട് വരും. ഒത്തിരി ഗുണമുള്ള ഒരു ഈ ബെറീസ് എല്ലാം എല്ലാം നല്ല ഗുണമുള്ളതാണ് നമ്മൾ കഴിക്കുവാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറിച്ച് തിന്നാറുണ്ട്. ഇത് കണ്ടോ, ഇതുണ്ട്, ഇതിങ്ങനെ സോഫ്റ്റായിട്ട് വരുമ്പോഴത്തേനും നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ ടീച്ചിങ് കോഴ്സിന് വരാൻ വേണ്ടിയിട്ടുള്ള ഏതൊക്കെയാണ് നല്ല കോഴ്സുകൾ എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ടീച്ചിങ്ങിൻ്റെ പറഞ്ഞത്. പിന്നെ ഇവിടെ നമുക്ക് പറ്റിയ കോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നേഴ്സിങ്. ഇപ്പം BSc നേഴ്സിംഗ് ആണെങ്കിലും ജനറൽ നേഴ്സിംഗ് അല്ല BC നേഴ്സിംഗ് ആണെങ്കിലും MSc നേഴ്സിംഗ് ആണെങ്കിലും ഇവിടെ പഠിക്കാൻ പറ്റുമേ. ഇപ്പം BSc നേഴ്സിംഗ് ഇവിടെ 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടും എന്നുള്ള ഉറപ്പാണ്. അതുപോലെ തന്നെ ഇപ്പം ഹെൽത്ത് കെയർ, അതായത് നേഴ്സിങ്ങിനൊന്നും ഈ സാലറി ത്രഷോൾഡൊന്നും ഒരു കൂട്ടിയിട്ടില്ല. അപ്പം ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് സാലറി ത്രഷോൾഡ് കൂട്ടിയിട്ടില്ല. അപ്പം ഇവിടെ നേഴ്സിംഗ് പാസ്സാകുവാണെങ്കിൽ അവർക്ക് എന്തായാലും ഇവിടെ ജോലി ഉറപ്പാണ്. അതുപോലെ തന്നെ BSc നേഴ്സിംഗ് പഠിച്ചിരിക്കുന്നവർക്ക് ഇപ്പം MSc നേഴ്സിങ്ങിൻ്റെ കോഴ്സിനായിട്ട് വരാം. MSc നേഴ്സിംഗ് പഠിച്ചാലും ഇവിടെ ജോലി ഉടനെ തന്നെ കിട്ടും. എല്ലാവർക്കും ബാൻഡ് 5 ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് നമുക്ക് ഉയർന്നു പോകാൻ പറ്റും. ബാൻഡ് 6, 7 ഒക്കെ ആയിട്ട് കയറി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഈ പുറകെ കാണുന്നത് ഞങ്ങളുടെ മുന്തിരിയാണ്. പക്ഷേ മുന്തിരിയിൽ ഈ പ്രാവശ്യം അധികം കായ ഉണ്ടായിട്ടില്ല. അത് 1-2 വർഷമാണ് കൂടുതൽ കായ്ക്കുന്നത്. ഇപ്പോൾ ഈ വർഷം അങ്ങനെ കായ ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ 2-3 കൊലേ ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ പറിച്ച് തീർക്കാറാക്കി. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.